CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൃക്കരോഗത്തെ തുടർന്ന് അന്തരിച്ച മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്ന ചന്ദ്രന്റെ ഭാര്യ ചന്ദ്രികയ്ക്ക് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിൽ നിയമനം നൽകി. കോങ്ങാട് MLA ശാന്തകുമാരി, മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡപാണി എന്നിവർ ഇവരുടെ വീട് സന്ദർശിച്ചു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം MLA നേതൃത്വത്തിൽ ബഹുജന നൈറ്റ് മാർച്ച് നടന്നു. മനേനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ സ്ക്വയറിന് സമീപം സമാപിച്ചു. ജോലിക്കയറ്റം ലഭിക്കുന്നതിനായി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിൽ പ്രതികളായ ലീഗ് നേതാക്കൾക്കെതിരെ പ്രതിഷേധവുമായി DYFI. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ജോലിക്കയറ്റം ലഭിക്കാനായി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിൽ പ്രതികളായ ലീഗ് നേതാക്കൾക്കെതിരെ പ്രതിഷേധവുമായി DYFI. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗമായി മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ലീഗ് നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും DYFI ആവശ്യപ്പെട്ടു. അരിയൂർ സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഗഫൂർ കോൽക്കളത്തിൽ. ബാങ്കിലെ നിക്ഷേപകരുടെ പണം തിരികെ ലഭിക്കുന്നതിനായി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ പറഞ്ഞു. ലീഗിന്റെ പഞ്ചായത്ത് നോക്കൂ, ഇവിടെ നിയോജക മണ്ഡലം നേതാവ് ഉൾപ്പെടെ ഇവർ നടത്തിയിട്ടുള്ള ഈ അങ്ങേയറ്റം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് വിദ്യാഭ്യാസ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി വ്യാജമായി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അതിന്റെ പേരിൽ ഈക്വലൻസി തരപ്പെടുത്തി അതിന്റെ പേരിൽ ജോലിക്കയറ്റം വാങ്ങി ഈ രാജ്യത്തെ ജനങ്ങളെയും സംവിധാനങ്ങളും വെല്ലുവിളിച്ചു പോകുമ്പോൾ ഈ സംസ്ഥാനത്ത് ഒരു സർക്കാരുണ്ടെന്നും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പോലീസ് ഉണ്ടെന്നും അതിന് നേതൃത്വം നൽകുന്ന ഒരു വകുപ്പ് ഉണ്ട് എന്നും വൈകിയെങ്കിലും ഇവരെ മനസ്സിലാക്കി കൊടുക്കാൻ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സഹായം നൽകിയ അന്നത്തെ ഭരണസമിതിയുടെ നേതൃത്വം അല്ലേ, ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞ കൂട്ടത്തില് വക്കീല് കട്ടതൊക്കെ ദേശീയപാതയുടെ ഓരത്തായിട്ട് മണിഹർമ്മ്യങ്ങളായി വില കൂടിയ കാറുകളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. പാവപ്പെട്ട മനുഷ്യൻ ആത്മഹത്യയുടെ വക്കീലാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നിക്ഷേപകരുടെ കാശ് ഒരു കണ്ണുചോരയില്ലാതെയാണ് ഇവർ തട്ടിയെടുത്തത്. മുസ്ലിം ലീഗിന്റെ മണ്ണാർക്കാട് നേതൃത്വപ്പോ എവിടെ എന്തോ ആരോ ഒരു ബസ് കത്തിയതിന് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ അവരൊക്കെ തന്നെയല്ല ലീഗിന്റെ നേതൃത്വം. ഗഫൂർ കോൽക്കളത്തിലിനെ മാത്രമല്ല ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഏതോ ഒരു ബസ് എങ്ങനെ അവിടെ കത്തിയതിന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അതിൽ ഈ നാട്ടിലെ DYFIക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊക്കെ പങ്കുണ്ട് എന്നൊക്കെ എന്തെല്ലാം തെരുവിൽ മൈക്ക് കിട്ടിയ വിളിച്ചു പറയുന്ന നേതൃത്വം മുസ്ലിം ലീഗിലുണ്ടല്ലോ, അവരുൾപ്പെടെ മറുപടി പറയണം. അതല്ലെങ്കിൽ ഞങ്ങളെ മറുപടി പറയിക്കും. മറുപടി പറയിക്കുന്ന ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മറുപടിയാണ് ഗഫൂർ കോൽക്കളമായാലും അതിനപ്പുറത്തെ കോൽക്കളമായാലും അതിന് നേതൃത്വം കൊടുത്ത ആരായാലും അവരുടെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇതിനെ തുടർന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായി ജനങ്ങളെയാകെ, നിക്ഷേപകരെയാകെ, ബഹുജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ട് അർഹതപ്പെട്ട മനുഷ്യന്റെ അവസാന ചില്ലിക്കാശും കിട്ടാൻ, ബാങ്കിൽ പോയിട്ട് കാശ് കിട്ടില്ലെങ്കിൽ ഇനി ബാങ്ക് അടച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും. സന ബസ് കത്തിച്ച സംഭവത്തിൽ CPM-നെതിരെ ആരോപണം ഉന്നയിച്ച ലീഗ് നേതൃത്വം ഗഫൂർ വിഷയത്തിൽ മൗനം പാലിക്കുകയാണെന്നും DYFI കുറ്റപ്പെടുത്തി. CCN മണ്ണാർക്കാട്.
വൃക്കരോഗത്തെ തുടർന്ന് അന്തരിച്ച മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്ന ചന്ദ്രന്റെ ഭാര്യ ചന്ദ്രികയ്ക്ക് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിൽ നിയമനം നൽകി. കോങ്ങാട് MLA ശാന്തകുമാരി, മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡപാണി എന്നിവർ ഇവരുടെ വീട് സന്ദർശിച്ചു. ആള് ചികിത്സയിലായിരുന്നു. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡപാണി വീട്ടിലെത്തി നിയമന ഉത്തരവ് കൈമാറി. എല്ലാവരും, അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചേർന്നുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഈ ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതൊരു നമുക്കോ നിയോഗോ എന്താണെന്നും പറയാൻ പറ്റില്ല. ഞാനാണെങ്കിലും ഇപ്പം നമ്മൾ ഒരു കാലത്ത് വിളിച്ച പോകേണ്ട ആൾക്കാരാണ്. എന്തായാലും ഇത് നിയമനത്തിലുള്ള മരിച്ച ചന്ദ്രന് ലഭിക്കാനുള്ള ശമ്പള കുടിശ്ശിക ഉടൻ ലഭ്യമാക്കുമെന്നും ദേവസ്വം ബോർഡിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ജീവനക്കാർക്ക് ചികിത്സാ സഹായം നൽകാൻ നടപടികൾ സ്വീകരിക്കുമെന്നും ദണ്ഡപാണി അറിയിച്ചു. കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള ഒരു സംവിധാനം നേരത്തെ പറഞ്ഞു. 24 കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചു വരുന്നുണ്ട്. അത് വന്നാൽ മുരളിയുടെ വിഷയം തീരും. അത് തീർത്തെടുത്താൽ മുരളിയുടെ കാര്യം പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഒരു മുരളിയോ ഒരു ചന്ദ്രനല്ല ദേവസ്വം ബോർഡ്. നമ്മളതിന് പാലക്കാട് ഡിവിഷൻ ഒരു പ്രത്യേക താല്പര്യം എടുക്കുന്നുണ്ട്. ഡയാലിസിസ് ഉൾപ്പെടെയുള്ള പ്രാഥമികമായ ആരോഗ്യ കേന്ദ്രങ്ങളിൽ CD ജീവനക്കാർക്ക്, ദേവസ്വം ജീവനക്കാർക്ക് പ്രഥമ പരിഗണന നൽകുന്ന സ്ഥലത്ത് ഒരു ഡയാലിസിസ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ പരിധിയിൽ മാത്രം നിൽക്കുന്ന, ഏരിയ കമ്മിറ്റിയുടെ പരിധിയിൽ നിൽക്കുന്നതല്ല. സർക്കാരിൽ നിന്ന് നമ്മൾ MLA മുഖാന്തരമൊക്കെ, അതുപോലെ മിനിസ്റ്റർ തലത്തിലൊക്കെ MLA മുഖാന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട്, ദേവസ്വം ബോർഡിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അത്തരം ഒരു ഭൂമിയിൽ ആരോഗ്യ ഒരു സംരക്ഷണം ജീവനക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. വാദങ്ങൾക്ക് ആർക്കും വേണ്ടി ഉണ്ടാക്കാറ് പരിഹാരമാണ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം നമ്മൾ എത്ര ദിവസം എടുത്തു എന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളാണിത് ആദ്യം ശ്രദ്ധപ്പെടുത്തി കൊണ്ടുവന്നത്. ഈ 10 ദിവസം മുമ്പ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് ഇവിടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശ്രീ നീലകണ്ഠൻ സാറും രാമേന്ദ്രൻ സാറൊക്കെ എന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്നത് ഈ വിഷയം ശ്രദ്ധയപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ നടപടി എടുക്കുന്നതുകൊണ്ടാണ് ഈ അകാലമായ നിര്യാണം ഉണ്ടായത്. അതിന് ഞങ്ങൾ പരിഹാരമാണ് നേടിയ. ഞങ്ങൾക്ക് വാർത്തകൾ ഇടന്നിടല്ല ഞങ്ങളുടെ ലക്ഷ്യം. പരിഹാരം, ശാശ്വതമായ പരിഹാരം, അടിസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തീർക്കുക, അത് തന്നെയാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും MLA ശാന്തകുമാരി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ ശ്രീമതി ശശികല വന്ന് വലിയ രൂപത്തിൽ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള വാർത്ത മാധ്യമങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്ന ഒരു വിശേഷം ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. വാർത്തയുടെ അപ്പുറത്ത് ഈ സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നൊരു മനസ്സും അവർക്ക് ആവശ്യമായിട്ടുള്ള സർക്കാരിൻ്റെ കരുതലും നൽകുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ച ശേഷം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം കരുതി മുന്നോട്ട് പോകുന്നത്. ഇവിടെ വളരെ ദുഃഖത്തോടുകൂടി ഒരു ദുഃഖ വീട്ടിൽ വന്നിട്ട് പറയുന്നത് കഞ്ചാവ് വലിക്കാരെയും പെണ്ണുപിടിക്കാരെയും സഹായിക്കുന്നു, അതാണോ LDF ഗവൺമെന്റ്, അതാണോ ഇടതുപക്ഷം എന്ന നിലയിലുള്ള ഒരു വെല്ലുവിളിയാണ് ഉണ്ടായത്. എവിടെയാണ് അത്തരത്തിലുള്ള ആ പെണ്ണുപിടിക്കാരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കള്ളുകുടിക്കാരെയും ഒക്കെ സംരക്ഷിക്കുന്നത് മാത്രം എന്ന നിലയിലുള്ള ഒരു വാർത്ത എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ, പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരുടെ അവരുടെ ജീവിത നിലവാരത്തിന്റെ ഭാഗമായി എപ്പോഴെങ്കിലും ഒക്കെ മദ്യപാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ശീലമാണ്, പൊതുസമൂഹത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞതിന് മനസ്സിലാവുന്നില്ല. വളർന്നു വരുന്ന പുതിയ തലമുറയിൽ നിരവധി ആളുകളെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ്. CPIM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി, സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ നാരായണൻകുട്ടി, LC സെക്രട്ടറി കൃഷ്ണദാസ്, അച്യുതൻകുട്ടി, രാജഗോപാൽ, ഉണ്ണികൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രതിനിധികളായ വാസുദേവൻ നമ്പൂതിരിപ്പാട്, രാമചന്ദ്രൻ, പങ്കജാക്ഷൻ, സുരേഷ് കുമാർ, വിജയരാഘവൻ, ഹരി എന്നിവരും ചന്ദ്രന്റെ വീട്ടിലെത്തിയിരുന്നു. CCN മണ്ണാർക്കാട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം MLA നേതൃത്വത്തിൽ ബഹുജന നൈറ്റ് മാർച്ച് നടന്നു. മനഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ സ്ക്വയറിന് സമീപം സമാപിച്ചു.
മതേതര ജനാധിപത്യ വിശ്വാസികളായ നൂറുകണക്കിന് ബഹുജനങ്ങൾ മാർച്ചിൽ അണിനിരന്നു. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ബിജെപിയുടെ കമ്മീഷൻ ഏജന്റ്, ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളും പന്തവുമേന്തിയാണ് ജനങ്ങൾ മാർച്ചിൽ അണിനിരന്നത്. ഇന്ത്യൻ ഭരണഘടനയെ വികൃതമാക്കാൻ നരേന്ദ്രമോദിക്ക് ഒരിക്കലും സാധിക്കില്ലെന്നും രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. ജീവൻ നൽകിയും കൂടെ നിൽക്കാൻ ഇന്ത്യയിൽ മനുഷ്യർ അവശേഷിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വേണം. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. നമ്മുടെ പൂർവ്വസൂരികളായ മനുഷ്യർ മതം നോക്കാതെ, ജാതി നോക്കാതെ ഈ രാജ്യത്തൊരു പോരാട്ടം നടത്തിയിട്ടുണ്ട്. അത് ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാളികളുടെ ചോരയാണ് ഞങ്ങളുടെ ഞരമ്പുകളിലെങ്കിൽ രാഹുൽജി, ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു, ഏതു തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഈ രാജ്യത്തുണ്ടായാലും ഞങ്ങൾ ജീവൻ നൽകി കൊക്കിൽ അവസാന ശ്വാസം വരെയും പോരാട്ടത്തിന് അങ്ങയുടെ പിറകിലുണ്ടാകും. രാജ്യം ഞങ്ങളുടേതാണ്, രാജ്യം സംഘികളുടേതല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ സമാപന സംഗമത്തിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂരിൽ ഞങ്ങൾ 60,000 കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്. 60,000 കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ് കേരള പൊതുസമൂഹത്തോട് സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ നേതാവ് ചോദിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ തെരഞ്ഞെടുപ്പുകളെയും നമ്മുടെ അത് പവിത്രമായി കരുതുന്ന നമ്മുടെ വോട്ടർ പട്ടികയും മലീമസമാക്കിയതിനു ശേഷം കേരളത്തിലെ രാജ്യത്തെയും പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കേരളത്തിലെ പ്രബുദ്ധ ജനത അതിന് മാപ്പ് തരാൻ പോകുന്നില്ല. അതുകൊണ്ട് സുരേന്ദ്രനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ പറഞ്ഞത് ശോഭയെ മത്സരിപ്പിക്കുന്ന മറ്റേ എനിക്ക് പകരം രമൺ ഗോദായിലേക്ക് ഇറങ്ങുമെന്ന് പറയുന്നത് പോലെ. അപ്പോൾ സുരേന്ദ്രനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന്. ഞാൻ ഉറപ്പ് നൽകുന്നു, തൃശ്ശൂരിലെ കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി അടിമപ്പണിയെടുക്കുകയാണ്. K. സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറാവണമെന്ന് സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചു. സമാപന സംഗമത്തിൽ AK നാസർ, C. സുകുമാരൻ, A. ആനന്ദൻ, അഡ്വക്കേറ്റ് AK മുസ്തഫ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, നാലകത്ത് ഷൌക്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. തിരുവിഴാംകുന്ന് CPIUP സ്കൂളിൽ 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. റോഡ് ഷോയും ഈ വർഷത്തെ ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായി. ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് സമീപത്തെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിന മെഗാ ക്യൂസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. മത്സരങ്ങളിൽ ALPS മുണ്ടക്കുന്ന്, ALPS അമ്പലപ്പാറ, GLPS തിരുവിഴാംകുന്ന് എന്നിവ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയിച്ച സ്കൂളുകൾക്ക് ട്രോഫിയും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രത്യേക സമ്മാനങ്ങളും നൽകി. വിദ്യാരംഗം കലാസാഹിത്യവേദിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. സമാപന സമ്മേളനത്തിൽ മാനേജർ CP ഷിഹാബുദ്ദീൻ, പ്രധാനാധ്യാപകൻ ശ്രീവത്സൻ, വിദ്യാരംഗം കൺവീനർ ജയചന്ദ്രൻ ചെത്തല്ലൂർ, പ്രശ്നോത്തരി കോർഡിനേറ്റർ ഷിഹാബുദ്ദീൻ നാലകത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പതാകാവന്ദന ഗാനം, ദേശഭക്തി ഗാനാലാപനം എന്നിവയ്ക്ക് പുറമെ മറ്റ് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പായസ വിതരണവും നടത്തി. CCN ചത്തല്ലൂർ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കൊമ്പം മർക്കസിൽ ഹിദായയിൽ
യേ സമീൻ ഹമാര എന്ന പേരിൽ ഗ്രാൻഡ് ഫ്രീഡം അസംബ്ലി സംഘടിപ്പിച്ചു. 1500-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. KP മുഹമ്മദ് മുസ്ലിയാർക്കൊപ്പം പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ പ്രസംഗങ്ങളും അനുമോദന ചടങ്ങും നടന്നു. ചടങ്ങിൽ സൈനുദ്ദീൻ ഹാജി കോട്ടോപ്പാടം, അഷറഫ് മൗലവി കൊമ്പത്ത്, മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ റഷീദ് ഭീമനാട്, ഹിദായ ദവ കോളേജ് പ്രിൻസിപ്പൽ അലി അൽ ഹസനി മുക്കം തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് LP സ്കൂളിൽ 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ 79 നാഴികക്കല്ലുകൾ കോർത്തിണക്കിയ ചരിത്രപഥത്തിലൂടെ എന്ന പേരിൽ ഒരുക്കിയ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. സ്കൂൾ വെൽഫെയർ കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ഈ പ്രദർശനം കുട്ടികൾക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായകമാകും. ആഘോഷങ്ങളുടെ ഭാഗമായി 79 കുട്ടികൾ പങ്കെടുത്ത വർണ്ണശബളമായ ദേശഭക്തി ഗാനാലാപനവും നടന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീധരൻ സ്വാതന്ത്ര്യ ദിനാഘോഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ കുട്ടികൾ തയ്യാറാക്കിയ പതിപ്പുകളുടെ പ്രകാശനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് K ദേവരാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ വിനയൻ N തിലകൻ, മാതൃസംഗമം കൺവീനർ ആയില്യ, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ CC ജയശങ്കർ, PTA പ്രസിഡന്റ് C സുജിത് എന്നിവർ ആശംസകൾ നേർന്നു. ഹെഡ്മാസ്റ്റർ A ദിനേഷ് സ്വാഗതവും നീലിമ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. കുളക്കാട് ഷാപ്പിന് സമീപം വളവിലാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. ആഗ്രയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഉണങ്ങിയ മുളക് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ലോറി പൂർണ്ണമായി മറിഞ്ഞതിനാൽ ക്രെയിനിന്റെ സഹായത്തോടെയാണ് ഉയർത്തി മാറ്റിയത്. CCN കടമ്പഴിപ്പുറം. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഈ വർഷവും വിപുലമായി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് കോർപ്പറേറ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ദേശീയ പതാക ഉയർത്തി. പതാക ഉയർത്തിയ ശേഷം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചു. ഓരോ പൗരനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കരുതെന്നും അജിത് പാലാട്ട് പറഞ്ഞു. പല മേഖലകളിലും പല തരത്തിലുമുള്ള നമ്മൾ കേൾക്കുന്നുണ്ട്. പല ന്യൂസുകളിലും ചാനലുകളിലും അല്ലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമുക്കറിയാം, ജാതിപരമായും അല്ലെ ജാതി വർഗ വിവേചനത്തിൻ്റെയൊക്കെ പേരിൽ എല്ലാ മേഖലകളിലും വിവേചനങ്ങൾ നേരിടുന്ന ഈ സമയത്ത് നമ്മളെല്ലാവരും ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ എല്ലാ അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി നല്ലൊരു പുതുതലമുറയെ വാർത്തെടുത്ത് ഈ പറയുന്ന സന്ദേശമെല്ലാം അവർക്ക് പകർന്നു നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ധീര ദേശാഭിമാനികൾക്ക് വേണ്ടി നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യാനന്തരവും സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി, മതം, സമ്പത്ത് എന്നിവയുടെ പേരിലുള്ള വേർതിരിവുകൾ ഒഴിവാക്കാൻ ഓരോ പൗരനും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ UGS ഗ്രൂപ്പ് PRO ശ്യാംകുമാർ സ്വാഗതം പറഞ്ഞു. ഗ്രൂപ്പ് ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട്, ഓപ്പറേഷൻസ് മാനേജർ രാജീവ്, സെയിൽസ് മാനേജർമാരായ ശാസ്ത്രപ്രസാദ്, ഷമീർ അലി, ഫിനാൻസ് മാനേജർ ഹരീഷ്, HR മാനേജർ അനു മാത്യു, ഓഡിറ്റർ ഫൈസൽ അലി, വിവിധ ബ്രാഞ്ച് മാനേജർമാർ എന്നിവരും ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് മണ്ഡലം പ്രവാസി ലീഗ് കമ്മിറ്റി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അനുസ്മരിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. നവകേരളത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ മുന്നേറ്റത്തിൽ ശിഹാബ് തങ്ങളുടെ പങ്ക് വലുതാണെന്ന് കളത്തിൽ അബ്ദുള്ള അഭിപ്രായപ്പെട്ടു. കേരള പ്രവാസി ലീഗ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സേവന ദിനത്തിന്റെ ഭാഗമായാണ് ശിഹാബ് തങ്ങളുടെ ഓർമ്മകളെ മായ്ക്കാൻ കാലത്തിനാവില്ല എന്ന തലക്കെട്ടിൽ പരിപാടി നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് CK അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയായിരുന്നു. വെട്ടം ആലിക്കോയ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി കബീർ മണ്ണറോട്ടിൽ സ്വാഗതവും ട്രഷറർ ഹമീദ് പൂതൻകോടൻ നന്ദിയും പറഞ്ഞു. പ്രവാസി ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ
വൈക്കൻ, മുസ്ലിം ലീഗ് ജില്ലാ ഉപാധ്യക്ഷൻ പൊൻപാറ കോയക്കുട്ടി, പ്രവാസി ലീഗ് ജില്ലാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. CCN മണ്ണാർക്കാട്. പെരിന്തൽമണ്ണ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ഷോറൂമിൽ 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങിൽ മേജർ ഗംഗാധരൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഓരോ പൗരനും പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് മേജർ ഗംഗാധരൻ ഓർമ്മിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ജനറൽ മാനേജർ ഷംസീർ മേജർ ഗംഗാധരനെ ആദരിച്ചു. AGM ഷംനാസ് സ്വാഗതം പറഞ്ഞു. ഓപ്പറേഷൻസ് മാനേജർ അനസ് ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് അംഗങ്ങളും ജീവനക്കാരും ആഘോഷങ്ങളിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. രാവിലെ 5-ന് പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. രാവിലെ 8 മണിക്ക് മീറ്റ്ന രാമകൃഷ്ണൻ നയിച്ച പാണ്ടിമേളം അരങ്ങേറി. തുടർന്ന് 11 ആനകളെ അണിനിരത്തി നടത്തിയ ആനയൂട്ട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. AR രാജേഷ്, K ഹരിദാസ്, M സുഭാഷ്, CK അശോകൻ, K കൃഷ്ണകുമാർ എന്നിവരും ചടങ്ങുകളിൽ പങ്കെടുത്തു. CCN ഒറ്റപ്പാലം. കുറ്റാനശ്ശേരി AUP സ്കൂളിൽ 79ാമത് സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് രാജലക്ഷ്മി പതാക ഉയർത്തി. റിട്ടയർഡ് നേവി ഓഫീസർ ശ്രീജിത്ത് മേനോൻ മുഖ്യാതിഥിയായിരുന്നു. നമ്മൾ കേട്ടുകേൾവിയും ചരിത്രത്തിലെ ഭാഗമായ ഒരുപാട് മഹത് വ്യക്തികൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സ്റ്റാച്യു ആയിട്ട് മുമ്പിൽ നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഹാർഡ് വർക്കിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ ആസ്വദിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിൽ ചേരുക എന്നുള്ളതിനേക്കാളും അപ്പുറം നമ്മളൊരു ഭാരതീയനായി നിൽക്കുന്നു എന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതേപോലെ തന്നെ നിങ്ങളെ ഏവർക്കും അഭിമാനത്തോടുകൂടെ ഞാൻ ഭാരതീയനാണ് എന്ന് പറയാൻ സാധിക്കട്ടെ. ആഘോഷങ്ങളുടെ ഭാഗമായി ദേശഭക്തി ഗാനാലാപനം, മാർച്ച് പാസ്റ്റ്, സൂംബ ഡാൻസ്, KG കുട്ടികളുടെ വൈറ്റ് ഡാൻസ് തുടങ്ങിയ വിവിധ പരിപാടികൾ അരങ്ങേറി. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി TT നഹ്വയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം ചടങ്ങിൽ ശ്രദ്ധ നേടി. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളായി നയിക്കപ്പെടുന്ന
സ്കൂൾ മാനേജർ മുരളി വളാങ്കുളം, PTA പ്രസിഡന്റ് അബ്ദുൽ അസീസ്, MPTA പ്രസിഡന്റ് സജിത പ്രിയേഷ്, മുൻ PTA പ്രസിഡന്റ് ഷഹീർ അലി നറുക്കോട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ശോഭന നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പായസം വിതരണം ചെയ്തു. സന്ദേശം എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകിയത്, എങ്ങനെയാണ് കിട്ടിയത്, അതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായും അറിവുകൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഈ നാട് ഇത്രയും സുന്ദരമായ ഒരു ജനാധിപത്യ രാജ്യമായി നമുക്ക് നൽകി തന്ന ധീര രക്തസാക്ഷികളുടെയും മുന്നിൽ നമ്മൾ അത്തരമൊരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് വേദനകൾ അനുഭവിച്ച് മൺമറഞ്ഞുപോയ ഒരുപാട് ധീര ദേശാഭിമാനികൾ ഉള്ള ഈ ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം നൽകിയതിന് ശേഷം ജനിച്ച ആളുകൾ മാത്രമായിട്ടാണ് ഇന്നിവിടെ ഉള്ളത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൃക്കരോഗത്തെ തുടർന്ന് അന്തരിച്ച മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്ന ചന്ദ്രന്റെ ഭാര്യ ചന്ദ്രികയ്ക്ക് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിൽ നിയമനം നൽകി. കോങ്ങാട് MLA ശാന്തകുമാരി, മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡപാണി എന്നിവർ ഇവരുടെ വീട് സന്ദർശിച്ചു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം MLA യുടെ നേതൃത്വത്തിൽ ബഹുജന നൈറ്റ് മാർച്ച് നടന്നു. മനേനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ സ്ക്വയറിന് സമീപം സമാപിച്ചു. ജോലിക്കയറ്റം ലഭിക്കുന്നതിനായി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച കേസിൽ പ്രതികളായ ലീഗ് നേതാക്കൾക്കെതിരെ പ്രതിഷേധവുമായി DYFI. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.